ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 2 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇന്ന് കുറച്ച് ബിസിയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് സൂംബയുണ്ട്, അതുകൂടാതെ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഒരു ട്രെയിനിങ് ക്ലാസ്സും കൂടി ഉണ്ട്. ഞാൻ ഫെയിലായെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 അവർ ക്ലാസ് ബുക്ക് ചെയ്യണമെന്നുള്ളത് നെസസറി ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ പൂരിയും കിഴങ്ങറിയൊക്കെ ആയിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ടാണ് ഞാൻ സൂംബക്ക് പോയത്. പോയി വന്ന് ഫുഡ് കഴിച്ച് നേരെ നമ്മുടെ ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഡ്രൈവിങ്ങിന് പോകുമ്പോൾ നമുക്ക് വീഡിയോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വണ്ടി ഓടിക്കുകയാണല്ലോ. ഇത് നമ്മളുടെ ഫൈനൽ RTA റോഡ് ടെസ്റ്റിനുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വെയിറ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ സൂംബക്ക് പോയി വന്ന ഉടനെ ഞാൻ ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളൊരു ആലോചനയിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 1 പോട്ട് ഡിഷ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് പണിയും കഴിയുമല്ലോ. അപ്പോൾ ഈ റോഡ് ടെസ്റ്റ് 4 അവർ ആയതുകൊണ്ട് ഒരു ദിവസം 2 അവറാണ് കേട്ടോ. അപ്പോൾ 2 അവർ പോയി വരുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ടൈം പോകും. പിന്നെ സൂംബയും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 10 മണിയായിരുന്നല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞൊരു 12:30 മണിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള എല്ലാം വാങ്ങി, അതേപോലെ സൂംബയ്ക്ക് മുമ്പ് ബിരിയാണിക്കുള്ള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഗ്രാൻഡിൽ ചെന്ന് പ്രോൺസ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ചു പ്രോൺസിൻ്റെ കൂടെ കുറച്ച് സ്ക്വിഡും അതേപോലെ സീ ഫുഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ, ഒരു മിക്സഡ് സീ ഫുഡ് ബിരിയാണി ആക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഒരു 1/2 കിലോ ഞണ്ടും അതേപോലെ 1/2 കിലോ ഒരു സ്കിഡും കൂടി ഞാൻ ഓർഡർ ചെയ്തു. അതേപോലെ ഒരു 3/4 കിലോ ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു ബിരിയാണി ആക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് ഒരു 12:45 1 മണി സമയത്താണ് കേട്ടോ. നമ്മളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ടാക്സി വിളിച്ചിട്ട് വേണമല്ലോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ നമ്മൾ നേരിട്ട് വാസലിൽ കൊണ്ടുവന്നാക്കും, പക്ഷെ ചിലരങ്ങനെ ആക്കി തരില്ല കേട്ടോ. അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുകയുള്ളൂ. ചിലർ പറയും അലൗഡാണ്, ചിലർ പറയും അലൗഡ് അല്ലാന്ന്. പിള്ളേർ സ്കൂളിലായിരുന്നു കേട്ടോ. ഹാസിമിനെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ഞാൻ തിരിച്ചു വന്നപ്പോൾ വീടിൻ്റെ കോലം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കുട്ടികൾ പോയ പിന്നെ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീടിൻ്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു കേട്ടോ. നല്ല ക്ലീനിങ് ഉണ്ടായിരുന്നു, അതേപോലെ ബാത്റൂമും എല്ലാം കഴുകാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പിള്ളേർക്ക് ഇവിടുന്ന് 2 ബിരിയാണി പറഞ്ഞിട്ട് അങ്ങനെ ലഞ്ച് ഞങ്ങൾ അത് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ സംഭവത്തിലേക്ക് എനിക്ക് കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം 5 മണിയാണ് കേട്ടോ. ആ ഒരു സമയത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. വീട് ഫുള്ള് അടിച്ചു വാരലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ടോയ്ലറ്റും ഒക്കെ കഴുകി, പിന്നെ അത്യാവശ്യം തുണികളൊക്കെ മടക്കി വെക്കാനും ഒക്കെ ഉണ്ടായി. അതെല്ലാ പണികളും കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രോൺസും സ്കിഡൊക്കെ ഒന്ന് മസാല തേച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഞാൻ ദമ്മിടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ തന്നെ ഓയിലും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഞാൻ ഞണ്ട് മാത്രം സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതും നമ്മുടെ ഫ്രൈ ചെയ്ത പ്രോൺസും ഈ വഴറ്റിയ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഗരം മസാല മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് മല്ലിയിലയും പുതിനയിലേക്ക് ഇട്ട് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ നോർമൽ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഗീ റൈസ് ഉണ്ടാക്കിയെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് സവാളയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊക്കെ വെച്ചിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണി ദമ്മിടുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ എൻ്റെ ഇക്കാടെ കൊച്ചാപ്പാടെ മോൻ വിളിച്ചത്. അവൻ്റെ വൈഫ് ഇതേ UK നിന്ന് വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ ദുബായിലേക്ക് സെറ്റിൽ ആവുകയാണ് കേട്ടോ. അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ അവർ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. വൈകിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം ഞാൻ വീക്ക് ഡേയ്സിൽ ഒരിക്കലും ബിരിയാണി ഉണ്ടാക്കലേ ഇല്ല. കാരണം ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് മാത്രം പെട്ടെന്ന് പിള്ളേർക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടാം ഉച്ചയ്ക്കെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയൊരു പ്ലാനിങ് ആണ്. അതൊരു മിക്സഡ് സീ ഫുഡ് ബിരിയാണിയിലേക്ക് എത്തി. പിന്നെ അത് മാത്രമല്ല, അത് കഴിക്കാൻ വേണ്ടിയിട്ട് 2 പേര് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൽ കൂടുതൽ സന്തോഷം വേറെ ഇല്ലല്ലോ. ബിരിയാണി നല്ല സക്സസ് ആയിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ വെച്ചേ ഉള്ളൂവെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസ് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് ആ മസാലയ്ക്ക് അനുസരിച്ചുള്ള റൈസ് മാത്രമേ ഞാൻ മിക്സ് ചെയ്തെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. അവരൊരു 8 മണിയായപ്പോൾ വന്നു. ഫുഡൊക്കെ കഴിച്ച് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവർ പോയത്.
ഞാനൊരു പരീക്ഷണം നടത്തിയതാണെങ്കിലും സംഭവം സക്സസ് ആയി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. യൂട്യൂബിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് റെസിപ്പീസൊക്കെ നോക്കിയെങ്കിലും 2-3 റെസിപ്പീസേ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ അതിൽ കുറച്ച് തൈരും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന കണ്ടിട്ടാണ്. അപ്പോൾ ഈ പ്രോൺസിലേക്ക് തൈരിട്ട് മിക്സ് ചെയ്യണ കണ്ടപ്പോൾ അത് അങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തത്. കുറച്ച് ഗരം മസാല ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ ഇതേ ടേബിളിലേക്ക് എടുത്ത് വെച്ചു. ഇതേ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർക്കത് കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. എന്തായാലും എൻ്റെ പരീക്ഷണം അങ്ങനെ സക്സസ് ആവുകയും ചെയ്തിട്ടാണ്. അപ്പോൾ മിക്സഡ് സീ ഫുഡ് ബിരിയാണി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരുപാട് പൊടികൾ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട, ഗരം മസാല മാത്രം മതിയാവും കേട്ടോ. അങ്ങനെ അവരൊരു 11 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇപ്പോൾ വീക്ക്ലി 4 ഡേയ്സ് ക്ലാസ് ഇട്ടിട്ട് ഷാരോൻ ഒരു വയ്യാതെ ആയിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ക്ലാസ് വന്നിട്ട് 4 ഡേയ്സ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പിച്ച് പോകുന്നതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ് കേട്ടോ. ഓൾറെഡി സൂംബയുടെ പാർട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. എൻ്റെ കുറേ പേര് നാട്ടിൽ പോവുകയും ചെയ്തു, എല്ലാം കഴിഞ്ഞതാണ്. എന്നാലും പിറ്റേ ഒരു വീക്കും കൂടി ഒരു 4 ദിവസത്തെ ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു രീതിയിൽ വേറൊരു പാർട്ടിയും കൂടി അറേഞ്ച് ചെയ്തിട്ടാ. ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല, ഷാരോനാണ് പറഞ്ഞത് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം, എന്തായാലും നമുക്കൊന്ന് ഒരു ദിവസവും കൂടി ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്താൻ. കാരണം കുറച്ച് പേരാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒരുപാട് പേര് ഇനിയും പോകാനുണ്ട്. ഞങ്ങളെല്ലാവരും നെക്സ്റ്റ് വീക്ക്, അതായത് ജൂലൈ ഫസ്റ്റ് വീക്കാണ് കേട്ടോ കൂടുതൽ പേരും ടിക്കറ്റൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പാർട്ടിയും കൂടി വെക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ ഇതിന് ഫുഡ് കൊണ്ടുവന്നവരൊന്നും കൊണ്ടുവരണ്ട, ബാക്കിയുള്ളവർക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. കൂടുതലും ഷാരോൻ തന്നെയാണ് കൊണ്ടുവന്നത് മെയിൻ ഡിഷൊക്കെ. പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ വർക്കൗട്ടും കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ആരംഭിച്ചത്. ഒരുപാട് സ്നാക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ സ്വീറ്റ് ഉണ്ടായിരുന്നു, ബ്രൗണി, വട്ടയപ്പം, ഉന്നക്കായി, പഴംപൊരി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സാൻഡ്വിച്ചുകൾ പല ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. സോയാബീനുള്ള സാൻഡ്വിച്ച്, കൂടുതലും ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ കുറേ പേരൊക്കെ കൊണ്ടുവന്നത്. പിന്നെ എഗ്ഗിൻ്റെ സാൻഡ്വിച്ച്, പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കേസരി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ പെരുന്നാളിന് മക്ലൂബ് ഉണ്ടാക്കി കൊണ്ടുപോയതുകൊണ്ട് കൈ വീശിയാണ് കേട്ടോ പോയത്. ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ അന്ന് എന്തോ ബിസി ആയിട്ട് ഞാനൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒന്നും കൊണ്ടുപോവുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരോൻ ശ്രീലങ്കനാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു കോക്കനട്ട് റൈസ് ആണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാച്ചായിട്ട് കൊണ്ടുവന്നത് നമ്മളുടെ ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. അത് കണ്ടോടുകൂടി നമ്മളുടെ എല്ലാവരുടെയും കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. കപ്പ വേവിച്ചത് ഇല്ല എന്നുള്ളൊരു മിസ്സിങ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ നമ്മൾ കഴിക്കുന്ന ഉള്ളിച്ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് അവരതിന് പെയറായിട്ട് കഴിക്കണേ കേട്ടോ. നല്ല കോമ്പിനേഷനായിരുന്നു. നമ്മളുടെ ബസ്മതി റൈസൊക്കെ ഇല്ലേ, അത് കോക്കനട്ട് മിൽക്കിൽ ഉണ്ടാക്കിയെടുത്തതാണ്. റൈസ് അത്ര വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല, നോർമലായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ അതിൻ്റെ കൂടെയുള്ള ആ ഒരു ചമ്മന്തി ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മളുടെ മെയിൻ താരം. കുറച്ച് ഫുഡ് നമ്മളുടെ റിസപ്ഷനിലുള്ള ചേട്ടനും കൊടുത്തു. അപ്പോൾ ആ ഒരു ഫുഡിൻ്റെ വീഡിയോ എടുത്ത് നമ്മൾ കളിയാക്കിയതാണ് കേട്ടോ. ഒരുപാട് ഫുഡൊന്നും ബാക്കി വന്നില്ല, എല്ലാം കറക്റ്റായിരുന്നു. കുറച്ച് ബാക്കി വന്നത് എല്ലാവരും അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് തലേ ദിവസത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് തല കറങ്ങിയിരിക്കുമ്പോഴാണ് ഇക്ക ജിമ്മ് കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഇക്ക ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ അറവിൻ്റെ ബീഫ് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടോ, ഒരു 2-2.5 കിലോ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഫ്രീസറിലേക്ക് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞ് അത് വെച്ചേക്കണ്ട, എന്തായാലും കറി വെച്ചു. കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ട് തന്നെ ഇത്രയും ദിവസമായില്ലേ, ഇനി ഇത് നമ്മുടെ ഫ്രീസറിലും കൂടി വെച്ചിട്ട് അത് കളയണ്ടെന്ന് പറഞ്ഞിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അറവിൻ്റെ ബീഫായതുകൊണ്ട് അറിയാമല്ലോ, നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2-2.5 കിലോ ആണെങ്കിൽ നമ്മുടെ ഒരു 6 സവാളയോളം വേണം കേട്ടോ. ഞാൻ 1 കിലോൻ്റെ അളവാണ് കേട്ടോ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡബിളായിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുത്തു. കുറച്ച് ചെറിയ ഉള്ളിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രീൻ ചില്ലിക്ക് വലിയ എരിവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 6-7 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ.
ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അവൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഫോട്ടോ ഇങ്ങനെ ഇട്ടപ്പോൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയായിട്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ ബീഫ് കണ്ടപ്പോൾ. അപ്പോൾ അവൾ തൈര് ഒഴിച്ചിട്ടാണ് ഈ ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അതേപോലെ തന്നെ ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ, ഗരം മസാല, പിന്നെ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ചതമുളകിൻ്റെ ആ ഒരു എരിവും ഫ്ലേവറാണ് ഇതിൽ കൂടുതലുള്ളത്. പിന്നെ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി തീരെ ഉപയോഗിക്കുന്നില്ല. ഞാൻ ബീഫ് ഇന്നേ വരെ മല്ലിപ്പൊടി ഇടാതെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താവുന്നൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബീഫും അതിലേക്ക് തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കണം. ഈ തവണ ഹംദാൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും എല്ലാം വേഗം കഴിഞ്ഞ ആൾ വേഗം ഫ്രീ ആയി. പക്ഷെ ഹാറൂന് ഈ 30th വരെ എക്സാമും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡേ ഒരു ഫീൽഡ് ട്രിപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആള് ഓൾറെഡി അവിടെ പോയതാണ് നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൽ. എന്നാലും ആൾക്ക് പോകണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് എന്തായാലും വിടാന്നുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിൽ വിടണ്ട. പിന്നെ 2 ദിവസം കൂടിയേ ഉള്ളൂ കേട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ പിള്ളേരെ രാവിലെ വിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് പഠിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറുതെ സ്കൂളിൽ പോയിരിക്കുക പോരാന്നുള്ളതാണല്ലോ. അപ്പോൾ രാവിലെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കി സെറ്റാക്കി പിള്ളേരെ വിടുക എന്നുള്ളത് ഭയങ്കര ഒരു ചടങ്ങ് തന്നെയാണ്. അപ്പോൾ ഹാറൂന് പിന്നെ കുഴപ്പമില്ല, എക്സാം ഉള്ളതുകൊണ്ട് വിടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഹംദാനെ വിടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ തന്നെ പറഞ്ഞു, ഉമ്മ ഞാൻ പോകണില്ല, വെറുതെ ബോറടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ആൾ പോകണില്ല കേട്ടോ. ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്, സ്കൂളുണ്ട്, എന്നാലും ആൾ വീട്ടിൽ തന്നെയാണ്, ഇപ്പോൾ പോക്കൊന്നുമില്ല. പിന്നെ ബീഫ് ഒരുപാട് വലിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ നിൽക്കരുത്, മീഡിയത്തിലിട്ടിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കുക. പിന്നെ 2 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് പിന്നെ ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കപ്പ കൊണ്ടുവന്നത്. പിന്നെ കപ്പ ക്ലീൻ ചെയ്ത് അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കുകയും ചെയ്ത് കേട്ടോ. എനിക്കെപ്പോഴും ബീഫ് കഴിക്കാനായിട്ട് ഇഷ്ടം നോർമൽ റൈസിൻ്റെ കൂടെയാണ്. പിള്ളേർക്കാണെങ്കിൽ ഗീ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോർമൽ റൈസും ഇല്ല, ഗീ റൈസും ഇല്ല, ഒന്നുമില്ല. നമ്മളാണെങ്കിൽ കപ്പ കഴിക്കും, കുഴപ്പമില്ല. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് പൊറോട്ട പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ബീഫ് അത്യാവശ്യം പാകമായിട്ട് തന്നെ വെന്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് കപ്പ ഇടുമ്പോൾ എന്താവും എന്നുള്ളത് പേടിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ. മാത്രമല്ല തൈര് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു, ചെറിയൊരു പുളിപ്പും കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി ഉടനെ കഴിച്ചപ്പോൾ ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടിയില്ല. ഇക്കായ എന്നോട് ചോദിച്ചു, പുളിക്ക് നീ എന്താണ് ഇട്ടേന്ന് ഇങ്ങനെ ചോദിച്ചിട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞ ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. പിന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ എരിവോ കാര്യങ്ങളും കുറവായിരുന്നു കേട്ടോ. കാരണം ഞാൻ അത്ര എരിവിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കാര്യം ആകെ കുഴയും. പക്ഷെ ഇത് കുറച്ചും കൂടി എരിവിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പുളിയും കുറഞ്ഞിട്ട് പാകമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇതൊരു നല്ലൊരു കറിയാണ്. തൈര് ആഡ് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടിപ്പോയതിൻ്റെ കുറഞ്ഞു പോയതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആവാം. എന്തായാലും ഒരു ചെറിയൊരു പുളിപ്പായിരുന്നു കറിക്ക് ഫീൽ ചെയ്തത് തുടക്കത്തിൽ. പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ സെറ്റായിട്ട് വന്നു. അങ്ങനത്തെ കപ്പയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കപ്പയും ബീഫും ഈ പറഞ്ഞോണം ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എനിക്ക് കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ അടുത്ത കാലത്ത് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടം പാൽക്കപ്പ തന്നെയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു പാൽക്കപ്പയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനിയിപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കേണ്ട സമയമായി. കാരണം നാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങണം. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ എന്തായാലും ക്ലീനാക്കി ഒതുക്കിയൊക്കെ ഇടണമല്ലോ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങൾ മാത്രമായിരിക്കും വരുന്നത്, ഇക്ക പിന്നെ ആയിരിക്കും കേട്ടോ വരുന്നത്. എന്നാലും നമ്മൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പാറ്റ വരാനും ഒക്കെ ഉള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇനി ഒരുപാട് കുക്കിങ്ങിലേക്ക് ഇറങ്ങാതെ നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഈ ഒരു രീതിയിൽ കപ്പ വേവിക്കുമ്പോൾ കപ്പ മുഴുവനായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് ഉടഞ്ഞൊന്നും പോവില്ല. നമുക്ക് പെർഫെക്റ്റായിട്ട് കടിച്ച് തിന്നണം എന്നുള്ളൊരു രീതിയാണെങ്കിൽ ഇത് ഓക്കെയാണ്. ഇക്കാക്കൊക്കെ ഈ ഒരു ടൈപ്പിൽ കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ഒന്ന് ഉടഞ്ഞ് കുഴഞ്ഞിരിക്കുന്ന കപ്പയാണ് കുറച്ചും കൂടി ഇഷ്ടം. നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് താളിച്ചെടുക്കുന്ന കപ്പയുണ്ടല്ലോ, അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ.
ബീഫ് 2.5 കിലോ കണ്ടപ്പോൾ അത് ഒരുപാടുണ്ട്, ഇത് ഇത്രയും വെക്കണേ എന്തിനാന്നൊക്കെ വിചാരിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ തീർന്നിട്ടാ. 2 ദിവസം 3 നേരം എടുക്കുമ്പോൾ തന്നെ എന്തായാലും തീരുമല്ലോ. അത്യാവശ്യം പിള്ളേരും എല്ലാവരും കഴിക്കുമ്പോൾ പിറ്റേ ദിവസം പിള്ളേർക്ക് സ്കൂളിലേക്കും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ഇക്കാക്ക് ലഞ്ച് ബോക്സിലേക്കും എല്ലാം ഇത് തന്നെയാണ് കേട്ടോ ആക്കിയത്. കപ്പയൊക്കെ നമ്മൾ അത്യാവശ്യം രാത്രി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് അങ്ങനെ പിറ്റേ ദിവസം ഒന്നുകൂടി നല്ല ചൂടാക്കി വരട്ടിയെടുത്തിട്ടാണ്. അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ പൊറോട്ടയും സംഭവങ്ങളൊക്കെ അതേ വന്നിട്ടുണ്ട്. പൊറോട്ട കാണുമ്പോൾ പിള്ളേർക്ക് പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് വാങ്ങിക്കലൊന്നുമില്ല, വല്ലപ്പോഴും അങ്ങനെ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ കൊതി തോന്നുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് വാങ്ങിക്കലുണ്ട്. അപ്പോൾ ആൾ കണ്ട പാടതേ കയറിയിരിപ്പുണ്ട്. നമ്മുടെ വീട്ടിലെ ഫുഡിനേക്കാളും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡുകൾ കഴിക്കാൻ മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങളെപ്പോഴും വൈകിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്ന സംഭവമാണ് ക്ലബ് സാൻഡ്വിച്ച്. അതിൻ്റെ കവറ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസമാണ്. ആൾ അങ്ങനെ നന്നായിട്ട് കഴിക്കൂട്ടെ. ക്ലബ് സാൻഡ്വിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുണ്ടാക്കണേക്കാളും പുറത്തെ ഫുഡിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം. പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് ലഞ്ച് ബോക്സ് പാക്കിങ് അങ്ങനെ തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടിട്ട് അത് ബീഫ് കൂട്ടി കഴിക്കൂട്ടോ. ഹാറൂന് കറി കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദോശ കുറച്ച് കട്ടിയിൽ ചുട്ടെടുക്കുക, എന്നിട്ട് അതിലേക്ക് നെയ്യും ഷുഗറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 ദോശയൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കും. അപ്പോൾ ഹാറൂന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയൊക്കെ ഞാനൊന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തു. കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പീസ് അവർ കഴിക്കാനായിട്ട് മണി വെച്ചത് അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ സ്നാക്സൊക്കെ ആയിട്ട് ക്രൊസൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 2 പേർക്കും ഏകദേശം ഇപ്പോൾ ഒരേ സമയത്താണ് കേട്ടോ വണ്ടി വരുന്നത്. 6:10 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതല്ലെങ്കിൽ ബസ് മിസ്സാവും. 2 തവണ അങ്ങനെ ബസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാറൂന് ഇറങ്ങി ഉടനെ തന്നെ ഹംദാൻ ഇറങ്ങും കേട്ടോ. ആദ്യം ഒരാൾക്ക് 6:20 പിന്നെ ഒരാൾക്ക് 6:30 ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നേരത്തെ കുളിച്ച് റെഡി ആയിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നമാണ്, പെട്ടെന്ന് തന്നെ വണ്ടി പോവും. അങ്ങനെ പിള്ളേരൊക്കെ പോയി. ഞങ്ങളിതേ സൂമ്പയൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഒന്ന് 4 സ്ക്വയർ കയറിയതാണ് കേട്ടോ, ചെറിയൊരു വടയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ തിരിച്ച് വന്ന് ദേക്കാക്ക് ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾറെഡി കുറച്ച് റൈസ് ഫ്രിഡ്ജിൽ ബാക്കി തലേ ദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ച് റൈസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾക്ക് റൈസ് വളരെ കുറച്ച് തന്നെ മതിയല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തു. അപ്പോൾ ആൾക്ക് വൈറ്റ് ജയ റൈസൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ഡയറ്റ് തുടങ്ങുമ്പോൾ കൂടുതലും ഒന്നെങ്കിൽ ജീരകശാല റൈസ് അല്ലെങ്കിൽ ബസ്മതി റൈസാണ് കഴിക്കാറ്. എന്നാലും ഇപ്പോൾ ഇത് നേരമില്ലാത്തതുകൊണ്ട് ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ അത് ഞാൻ തിളപ്പിച്ചൂറ്റി എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് അച്ചാറും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സാലഡും കുക്കുംബറും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് 2-3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ മിക്സഡ് സീ ഫുഡ് ബിരിയാണി എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒന്നെങ്കിൽ പ്രോൺസ് അല്ലെങ്കിൽ സ്കിഡ് അങ്ങനെ സെപ്പറേറ്റ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.